15 ദിവസം നീണ്ട തയ്യാറെടുപ്പുകൾ നടത്തി 16 മിനിറ്റ് കൊണ്ട് ഭീകരരെയും അവരുടെ കേന്ദ്രങ്ങളെയും അമർച്ച ചെയ്തതിലൂടെ നമ്മുടെ രാജ്യവും പ്രധാനമന്ത്രിയും ലോകത്തെ വിവിധ രാഷ്ട്രങ്ങളുടെ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ രാജ്യത്തിനകത്തുള്ളവർക്ക് എതിരഭിപ്രായം ഒന്നും പറയാൻ കഴിയില്ല. അപ്പോൾ പ്രതിപക്ഷ കക്ഷികൾ ഒന്നടങ്കം നരേന്ദ്രമോദിയുടെ മുമ്പിൽ മുട്ടുമടക്കിയിരിക്കുകയാണ്. തീവ്രവാദ ആക്രമണത്തിലൂടെ ഈ രാജ്യത്തെ നശിപ്പിക്കാമെന്നാണ് പലരും കരുതിയത്. ജമ്മു കാശ്മീരിനെ ആക്രമിച്ച് രാജ്യത്തിൻ്റെ ശക്തി മുഴുവൻ ചോർത്തിക്കളയാമെന്നും ഇന്ത്യ മഹാരാജ്യം സമ്പദ്ഘടനയിൽ 4ാമതെത്താനായിട്ട് ഇനി നാളുകൾ മാത്രമേ ഉള്ളൂ. ഈ അവസരത്തിൽ രാജ്യത്തെ എല്ലാ തരത്തിലും അലങ്കോലപ്പെടുത്തി നാശത്തിലേക്ക് വഴിതെളിക്കാമെന്നാണ് ഭീകരരുടെ കണക്കുകൂട്ടൽ ഉണ്ടായിരുന്നത്. അതിനെ മുഴുവനാണിപ്പോൾ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നത്. ഇന്ത്യയുടെ മേൽ തൊട്ടുകളിച്ചാൽ ഇതല്ല ഇതിനപ്പുറവും കിട്ടുമെന്നുള്ളത് കൂടിയാണ് വ്യക്തമായിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും അതുപോലെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും ഒക്കെ മനസ്സിൽ മറ്റെന്തൊക്കെ വെച്ചുകൊണ്ടാണെങ്കിൽ പോലും പ്രധാനമന്ത്രിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സൈന്യത്തിന് ബിഗ് സല്യൂട്ടും നൽകിയിരിക്കുകയാണ്. മുൻ പ്രതിരോധ മന്ത്രിയായിരുന്ന AK ആൻ്റണിയും സൈന്യത്തെ അഭിനന്ദിച്ചിരിക്കുകയാണ്. അതല്ലാതെ വഴിയൊന്നുമില്ലല്ലോ. ഇത്തരത്തിൽ അംഗീകരിച്ചല്ലേ പറ്റുകയുള്ളൂ. അപ്പോൾ എന്തായാലും അങ്ങനെ പലരും അംഗീകരിക്കുന്നത് കണ്ട് ഈ കുറേ നാളായിട്ട് ട്രംപിനെ ഒരാൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ആളിൻ്റെ ശ്രദ്ധ ഈ ഭീകരാക്രമണത്തിലേക്കൊന്നും വന്നില്ല. രാജ്യത്ത് എന്ത് നടക്കുന്നു എന്നുള്ള കാര്യമൊന്നും അറിയുന്നില്ല. അദ്ദേഹം ട്രംപിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ പെട്ടെന്നാണ് ഇവിടെ ഈ പപ്പുമോൻ ഉണരുന്നു, സോണിയാഗാന്ധിയുടെ വീട്ടിലെ കുശിനിക്കാരൻ വരെ പറഞ്ഞു കഴിഞ്ഞു രാജ്യത്തിൻ്റെ ഈ സൈന്യത്തിൻ്റെ ഒരു നീക്കം ശക്തമാണ്, നല്ലതാണ് എന്നുള്ളത്. അപ്പോഴാണ് നമ്മുടെ കേരളത്തിൻ്റെ സാംസ്കാരിക മൊത്ത വിപണിക്കാരനായ രണ്ടാം മുണ്ടനായ MA ബേബി ഉണർന്നത്. ഇപ്പോൾ അദ്ദേഹം CPMൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ്. വലിയ ഉത്തരവാദിത്വമാണ്, വലിയ ഉത്തരവാദിത്വവും വലിയ സ്ഥാനത്തുമാണ് ഇരിക്കുന്നത്. പാർട്ടിക്ക് ആരുമില്ല. ആകെ പണ്ടേ ഉണ്ടായിരുന്നത് 3 സംസ്ഥാനമാണ്, ബംഗാളും ത്രിപുരയും കേരളവും. കേരളത്തിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ബംഗാളിൽ 34 വർഷം, ത്രിപുരയിൽ 25 വർഷം. ഇവിടെ വന്നിട്ട് തുടർച്ചയായി 9 വർഷം പിന്നിട്ടിരിക്കുന്നു. അപ്പോൾ അവിടെ ഒരിടത്ത് 34 വർഷം വന്നു, അതിലൂടെ ഇതിനെ തുടച്ചു മാറ്റി. പിന്നീട് മറ്റിടത്ത് ത്രിപുരയിൽ 25 വർഷത്തിലൂടെയും ഇവിടെ 10 വർഷത്തിലെത്തുമ്പോൾ ഇവിടെ നിന്ന് തുടച്ചു മാറ്റാനുള്ള നീക്കമാണ് നടത്തുന്നത്. അങ്ങനെയുള്ള ഒരു പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ് സഖാവ് MA ബേബി. അദ്ദേഹം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് കയറിയപ്പോഴേ പറഞ്ഞു, ഞാൻ ഫാസിസത്തിനെതിരെയാണ് പോരാടാൻ പോകുന്നത്, നരേന്ദ്രമോദിക്കെതിരെ ഞാൻ ഡൽഹിയിൽ പോരാടും. ഇതുപോലെ മുമ്പൊരു വിദ്വാൻ ഡൽഹിക്ക് വണ്ടി കയറിയപ്പോഴും ഇതുപോലെ പറഞ്ഞതാണ്. അതായത് A റഹീം എന്ന് പറയുന്ന MP, ഞാൻ ഡൽഹിയിൽ ചെന്ന് മോദിക്കെതിരെ പോരാടും. അദ്ദേഹം വാ തുറക്കുമ്പോൾ പിന്നെ പാർലമെൻറ്റിൽ രാജ്യസഭയിൽ ആരും ഉണ്ടാകാറില്ല. രാജ്യസഭ MP ആണല്ലോ, അല്ലാതെ ജയിച്ചു കയറി പോകുന്ന ഒരു MP അല്ലത്. അങ്ങനെ MA ബേബി നരേന്ദ്രമോദിയുടെ ഫാസിസത്തിനെതിരെ എന്നൊക്കെ പറഞ്ഞ് വീമ്പിളാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ട്രംപ് അധികാരമേറ്റത്. ട്രംപ് അധികാരമേറ്റ് കഴിഞ്ഞപ്പോൾ ഈ വിഷയം അങ്ങ് വിട്ടു.
പിന്നെ ട്രംപിന് നേരെയായി. ട്രംപ് ആരാണ്? ലോകത്തിൻ്റെ മുഴുവൻ രാജാവാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഞങ്ങളിതിനെ അതിശക്തമായി പ്രതികരിക്കുന്നു എന്ന് പറഞ്ഞു. ഇന്ത്യ ഒട്ടാകെ നോക്കുമ്പോൾ 1.46% വോട്ട് മാത്രമേ ഈ പാർട്ടി നേടിയിട്ടുള്ളൂ. ആ പാർട്ടിക്കും വലിയ മോഹമല്ലേ? കുണ്ടുകിണറ്റിൽ തവളക്കുഞ്ഞിന് കുന്നിനു മീതെ പറക്കാൻ മോഹം എന്ന് പറഞ്ഞതുപോലെയാണ് ഈ കുട്ടി സഹാക്കന്മാരുള്ള ഈ പാർട്ടിയിലെ അതിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറിയുടെ മോഹം ഇതാണ്. ട്രംപിനെ ഒന്ന് തൊട്ട് കളിക്കണം. ട്രംപിനെ വെല്ലുവിളിക്കുകയാണ് ഇവിടെ നിന്നുകൊണ്ട്. ഇദ്ദേഹം ഈ വാചക കസരത്ത് നടത്താൻ അസാമാന്യ പ്രതിഭാശാലിയാണ്. കോവിഡിനെ വാചക കസരത്തിലൂടെയാണ് അദ്ദേഹം ഓടിച്ചത്. കോവിഡ് പൊയ്ക്കളഞ്ഞു. അദ്ദേഹം അതിൻ്റെ താത്വിക വശങ്ങളൊക്കെ അവലോകനം ചെയ്തു, സൈദ്ധാന്തികമായിട്ട് അവലോകനം ചെയ്തു. CPM-ൽ അങ്ങനെ സൈദ്ധാന്തികമായി അവലോകനം ചെയ്യുന്ന വേറൊരു പുങ്കവും കൂടിയുണ്ട്. മന്ത്രി രാജീവ് കളമശ്ശേരി എന്ന് ജയിച്ചു വന്നു. അപ്പോൾ എന്തായാലും നരേന്ദ്രമോദിയുടെ ഈ നീക്കത്തിനെ ഇപ്പോൾ പ്രശംസിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് നമ്മുടെ MA ബേബി. അതുകൊണ്ട് മോദിക്ക് അല്പം ആശ്വസിക്കാൻ വകയായി. അദ്ദേഹത്തിന് വലിയ സന്തോഷമായെന്ന് തോന്നുന്നു. MA ബേബിയുടെ പ്രശംസ കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ഒന്നുകൂടെ ഉണർവ് പകർന്നതായിട്ടാണ് തോന്നുന്നത്. ഈ അല്പന ഐശ്വര്യം വരുമ്പോൾ അർദ്ധരാത്രിക്ക് കൊട പിടിക്കുമെന്ന് പറഞ്ഞതുപോലെയാണ്. MA ബേബിക്ക് ഈ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി, ഒന്നാമത് ആരുമില്ല, എന്നാലും ഈ കുളിച്ചില്ലെങ്കിലും പുരപ്പുറത്ത് കിടക്കണമല്ലോ എന്ന് പറഞ്ഞതുപോലെയാണ്. ദേശീയ ജനറൽ സെക്രട്ടറിയൊക്കെ വേണം, അതുകൊണ്ടങ്ങനെ എടുത്തു വച്ചിരിക്കുന്നതേ ഉള്ളൂ. EMS ഒക്കെ ഇരുന്ന ആ കസേരയുടെ കാര്യമൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ബേബി ഇരുന്നതെല്ലാം തന്നെ പ്രഗത്ഭരിരുന്ന കസേരയിലാണ് ഇരുന്നിട്ടുള്ളത്. കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു ജോസഫ് മുണ്ടശ്ശേരി. അദ്ദേഹം ആ രംഗത്ത് വരുത്തിയ പരിഷ്കാരങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. അദ്ദേഹം വലിയ പ്രഭാഷകനായിരുന്നു, എഴുത്തുകാരനായിരുന്നു, നിരൂപകനാണ്. അദ്ദേഹം വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവന്ന ആ പരിഷ്കാരങ്ങളെ മുണ്ടശ്ശേരി മാസ്റ്റർ എന്നേ നമ്മൾ പറയാറുള്ളല്ലോ. പിന്നീട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായി നമ്മുടെ MA ബേബി എത്തി. 2006 കാലത്ത് PS അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ അതിൽ വലിയ പരിഷ്കാരങ്ങളാണ് വരുത്തിയത്. ഈ പരിഷ്കാരങ്ങളെല്ലാം വരുത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് കുട്ടികൾക്ക് സ്വന്തം പേര് പോലും മലയാളത്തിൽ എഴുതാൻ അറിയാൻ വയ്യാത്ത സ്ഥിതിയായി. SSLC പരീക്ഷയ്ക്ക് കൊടുത്ത നിർദ്ദേശം എന്തെഴുതിയാലും മാർക്ക് കൊടുത്തേക്ക്. എന്തെഴുതുക മാർക്ക് മാത്രമല്ല, ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടാലും മതി, വേറൊന്നും വേണ്ട. അങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ ഒരു പരിഷ്കാരം വരുത്തി സ്വയം പ്രഖ്യാപിച്ച് നടക്കുന്ന രണ്ടാം മുണ്ടനെന്ന ഈ സാംസ്കാരിക രംഗം മുഴുവൻ കൈക്കൊണ്ട് നടക്കുന്ന ഈ രണ്ടാം മുണ്ടനെന്ന MA ബേബി മോദിക്കും സൈന്യത്തിനും പിന്തുണ പ്രഖ്യാപിച്ചതോടെ രാജ്യത്തിൽ വലിയ ഒരു ഉണർവ് പകർന്നു കിട്ടിയിരിക്കുകയാണ്. എന്തായാലും നരേന്ദ്രമോദിക്ക് ഇനിയും ഭയക്കണ്ട, സുഖകരമായിട്ട് ഭരിച്ചു പോകാം.